സോ ഗൈസ്, പോക്കിമോൺ എക്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് വില്ലേജ് സിറ്റിയിലാണ്. ഓക്കെ, ഇതിലുള്ള എപ്പിസോഡ് കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് സോ നമുക്ക് ആക്ച്വലി ഈ സിറ്റിയിൽ നമുക്ക് ഫൈനലി ബൈസൈക്കിൾ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി റോളർ സ്കേറ്റ് ഭയങ്കര അന്നോയിങ് ആണ്. കാരണം റോളർ സ്കേറ്റ് വെച്ചിട്ട് എന്താണ്, എനിക്കത് ഇഷ്ടമാവുന്നില്ല. അത് കാര്യം അത് ഫണ്ണാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. ഭയങ്കര സ്ലോ ആയിട്ടാണ് ഈ ക്യാരക്ടറിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ചാലഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ സിറ്റിയിലെ ജിം ലീഡറിനെയാണ്. സോ നമ്മുടെ ലൂഷ്യസ് നമ്മുടെ വാക്ക് ലെവൽ 25 ആണ്. എൻ്റെ മൂവ്സെറ്റ് വാക്ക് ഉണ്ട്, പിന്നെ ബൈറ്റ്, റാപ്പിഡ് സ്പിൻ ഇതൊക്കെയാണ്. ഓക്കെ, സോ നമ്മളെന്തായാലും റെഡിയാണ്. ജിം ലീഡറിനെ ചാലഞ്ച് ചെയ്യാൻ നമ്മൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെയാണ് ജിം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, ബൈസൈക്കിൾ റേസോ? ഓക്കെ, നമുക്ക് HMO സ്ട്രെങ്ത് കിട്ടി. അതായത് പക്ഷേ ശരിക്കും ജിം ലീഡറിനെ ചാലഞ്ച് ചെയ്യാനല്ലേ നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു HMO നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജിം ലീഡറിനെ ഡിഫീറ്റ് ചെയ്യണം. സോ നമ്മളോട് ഇപ്പോൾ സംസാരിച്ച ജിം ലീഡറാണ്. ഓക്കെ, സോ നമ്മൾ ബൈസൈക്കിൾ റേസിനല്ല വന്നത്, ജിം ലീഡറിനെ ചാലഞ്ച് ചെയ്യാനാണ് വന്നത്. സോ ഇതാണ് പോക്കിമോൺ ജിം. ഓക്കെ, ആൻഡ് ബൈസൈക്കിൾ റേസിൽ ജിം ലീഡർ ജയിച്ചു. സോ നമുക്ക് ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് HMO സ്ട്രെങ്ത് തന്നു. ഓക്കെ, അതാണ് പറഞ്ഞത്. സോ വില്ലേജ് സിറ്റി പോക്കിമോൺ ജിം ലീഡർ ഗ്രാൻഡ് ദ വൈൽഡ് യെറ്റ് കോൾഡ് റോക്ക് ക്ലൈംബർ. ഓക്കെ, സോ ഗ്രാൻഡ് ആണ് ജിം ലീഡറിൻ്റെ പേര്. സോ ഓക്കെ, നമുക്ക് ഏതായാലും ജിം ലീഡറിനെ ചാലഞ്ച് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇത് നമ്മുടെ സെക്കൻഡ് ജിമ്മാണ് കേട്ടോ. ഫസ്റ്റ് ജിം നമ്മൾ കഴിഞ്ഞല്ലോ, ഇത് രണ്ടാമത്തെ ജിം. എൻ്റെ മോനെ. ഓക്കെ, സോ ആ മതിലേ പിടിച്ച് കയറണം എന്നാണ് തോന്നുന്നത്. ഓക്കെ, സോ ഇത് കാണുമ്പോഴേ എനിക്ക് വേറൊരു സീക്വൻസ് ആണ് ഓർമ്മ വരുന്നത്. നിങ്ങൾ ഈ മറ്റേ നെറ്റിലൊക്കെ കണ്ടിട്ടില്ലേ, എന്നൊക്കെ കല്ല് പിടിച്ച് പോകുന്നത്. നമുക്ക് എന്തായാലും ഈ ആളുകൾ സംസാരിക്കാം. റോക്ക് ടൈപ്പ്, സ്റ്റീൽ ടൈപ്പ്, മഡ് ടൈപ്പ്. ഓക്കെ, ലെഫ്റ്റ്, റൈറ്റ്, അപ്പ്, ഡൗൺ. യു വിൽ നീഡ് ടു ക്ലൈം എവരിവെയർ വിച്ച് റീച്ച് ദ ജിം ലീഡർ. ഓക്കെ, സോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഇത് ഈ ഒരു ഇത് ബോൾ നമ്മൾ പിടിച്ച് കയറണം. ഇത് ആക്ച്വലി വേറൊരു ഇത് സീക്വൻസ് ആണ് ഓർമ്മ വരുന്നത്. അതായത് നമ്മൾ ഈ എൻ്റെ പേര് എനിക്ക് മറന്നുപോയല്ലോ. അത് നമ്മൾ ഇത് ശരിക്കും റിയൽ ലൈഫിൽ ഇൻസ്പയർ ചെയ്തിട്ട് എന്താണ് ഈ ഒരു തീം ഞാനത് റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ മതിൽ കുറേ കല്ല് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പം അതിൽ പിടിച്ച് അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പേര് എനിക്ക് നന്നായി. സോ ഇത് റിയൽ ലൈഫിലൊരു ഇത് ഇൻസ്പയർ ചെയ്തിട്ട് എടുത്തൊരു തീമാണ് ഇവിടുത്തെ. ഓക്കെ, സോ ഇത് ആക്ച്വലി നമ്മൾ പിടിച്ചാണ് ബബിൾ ബഗ് ആൻഡ് റോക്ക് ടൈപ്പാണ്. ഓക്കെ, ലൂഷ്യസ് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാൾ ക്ലൈംബിംഗ് വന്നിട്ട് നിങ്ങളെ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരു എക്സസൈസ് പോലെ ആൾക്കാരെ ചെയ്യില്ല, ഇതിൻ്റെ സ്കില്ലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്.
ഇത് വാട്ടർ ആൻഡ് റോക്ക് ടൈപ്പ് ആണെന്നാണ് തോന്നുന്നത്, റിലീക്കാൻഡ്. ഓക്കെ, നോട്ട് വെരി എഫക്റ്റീവ്. നമ്മുടെ ഉറക്കി പക്ഷേ നമുക്ക് വിടൂ നൗ. ഓക്കെ, നമുക്ക് നമ്മുടെ എല്ലാം അവേക്കനിങ് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. വീണ്ടും യോൺ യൂസ് ചെയ്യും. യോൺ മൂവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ടൈമിൽ നമ്മുടെ പോക്കിമോൺ സ്ലീപ്പാവും, ഓർക്കും. നമ്മുടെ അവേക്കനിങ് ഒന്നുമില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഭയങ്കര പണിയാണല്ലോ. ഇതേപോലെയാണ് ഫസ്റ്റ് ജില്ലിൽ നിങ്ങൾക്ക് കണ്ടതൊക്കെ അറിയാം. ഇത് ഫസ്റ്റ് ജില്ലിൽ ബഗ് ടൈപ്പ് ആയിരുന്നു. സോ മറ്റേ സസ്കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോക്കിമോൺ ഉണ്ടായിരുന്നു, വാട്ടർ ആൻഡ് ബഗ് ടൈപ്പ്. അതേപോലെ 8ന്റെ പണി കൊടുക്കുന്ന പോക്കിമോണാണ് ഈ റിലീക്കാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് ഉണ്ട് 1 HP നമ്മളെങ്ങനെയോ പിടിച്ചു നിന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ലൂഷ്യസിനെ ഇറക്കാൻ വേറെ വഴിയില്ല. നമുക്ക് അത്ര എഫക്റ്റീവ് അല്ല. എന്തായാലും ബൈറ്റ് കൊടുക്കും, കാരണം അത് വാട്ടർ ആൻഡ് റോക്ക് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് വാട്ടർ മൂവ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഓ നമ്മുടെ സ്പീഡ് കുറച്ചു. ഓക്കെ, വീണ്ടും ജോൺ യൂസ് ചെയ്തു. എന്താവസ്ഥ ഇത്? ഫസ്റ്റ് ട്രെയിനിൽ പറ്റില്ല തന്നെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമുക്ക് എന്തായാലും ബിബാറിനെ ഇറക്കാം. ഇതൊരു സ്ട്രാറ്റജിയാണ് കേട്ടോ. അതായത് ഒരു പോക്കിമോൺ ഒരു യോൺ പോലെ സ്ലീപ്പിംഗ് മൂവി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോക്കിമോൺ പെട്ടെന്ന് സ്വിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ സെക്കൻഡ് ടൈമിൽ നമ്മുടെ പോക്കിമോൺ ഉറങ്ങും. ഓക്കെ, നമ്മുടെ വാൾട്ടറൊക്കെ ഉറങ്ങിയ പോലെ ഉറങ്ങും. സോ അത് തടയാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഡിബാവൽ ആക്ച്വലി ഞാൻ HM പഠിപ്പിക്കാൻ വേണ്ടി പിടിച്ചതാണ്, അല്ലാതെ വേറെ യൂസൊന്നുമില്ല. ഓക്കെ, ഇപ്പം നമുക്ക് ലൂഷ്യസ് ഇറക്കാം. ഓക്കെ, സോ ഇവിടെ ഞാൻ ചെയ്ത സ്ട്രാറ്റജി നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് അത് മറ്റേ നമ്മളെ ഓർക്കാനായിട്ട് യോൺ യൂസ് ചെയ്തു. ഞാനപ്പോൾ പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ ലൂഷ്യസ് ഉറങ്ങിപ്പോവും, നമ്മുടെ പോക്കിമോൺ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ സ്വിച്ച് എടുത്ത് വീണ്ടും ലൂഷ്യസിനെ ഇറക്കിയത്. എൻ്റെ ദൈവം, ഇത് എന്താണിത്? വീണ്ടും അതേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും സ്വിച്ച് ചെയ്യാം. നമ്മുടെ കയ്യിൽ അവേക്കനിങ് ഇല്ല, ഉള്ളത് ഒരെണ്ണം നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ വേറെ വഴിയില്ല, ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. മാറ്റിക്കൊണ്ടേയിരിക്കുക, സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. കണ്ടില്ലേ, ഇപ്പം അവൻ ജോൺ യൂസ് ചെയ്തു. പക്ഷെ നമ്മൾ ബിബാറ ഓൾറെഡി ഉറക്കത്തിലാണ്, അതുകൊണ്ട് ആ മൂവ് കളിക്കാറില്ല. ഓക്കെ, സോ എങ്ങനെയുണ്ട് ഈ സ്ട്രാറ്റജി? ഇതെനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് കേട്ടോ. അതായത് എനിക്ക് അങ്ങനെ പ്രോ പ്ലെയർ ഒന്നുമില്ല, എനിക്കത് പെട്ടെന്ന് തോന്നിയതാണ്. ഇങ്ങനെ ചെയ്താൽ വർക്കാവുമെന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, ഒരു ഭാഗ്യ പരീക്ഷണം എന്ന നിലയിലേക്ക്. ഓക്കെ, അപ്പം അവേക്കനിങ് ഒന്നും ഇല്ലാത്തവർ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, എഗെയിൻ നമുക്ക് ലൂഷ്യസിനെ നോക്കാം. വേറെ വഴിയില്ല. അവൻ ആ മൂവ് യൂസ് ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവൻ നമ്മളെ ഉറക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ക്രിട്ടിക്കൽ ഹിറ്റ്. ഞാൻ വീണ്ടും അതേ മൂവ് യൂസ് ചെയ്യും. ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല, ഞാൻ വീണ്ടും സ്വിച്ച് ചെയ്യാൻ പോവാണ്. ഇനി അവന് ഒരടി മാത്രം കൊണ്ടാൽ മതി, റിലീക്കാൻഡ് ഫെയിൽഡ് ആവും. ഓക്കെ, ബിബാറിൽ ആക്ച്വലി നോർമൽ ആൻഡ് വാട്ടർ ടൈപ്പ് ആയതുകൊണ്ട് അത്രയും എഫക്റ്റീവ് അല്ല. ഓക്കെ,
സോ എഗെയിൻ നമുക്ക് സ്വിച്ച് ചെയ്യാം. യെസ്, ഇനി ഒരടി കൊണ്ടാൽ മതി ഒലിക്കാൻ. മാത്രം യൂസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല മോനെ. ഇപ്പൊ നിന്നെ ഓർക്കാം, ഇപ്പൊ ശരിയാക്കി തരാം. അത് കേട്ടിട്ടില്ല നിങ്ങൾ? ഇപ്പൊ ശരിയാക്കി തരാം. യെസ്, കഴിഞ്ഞു. ഓ ലക്കി ലക്കി. അങ്ങനെ ഫസ്റ്റ് ട്രെയിനിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്ത് നമ്മളെ ലൂഷ്യസ് ലെവൽ 26 ആയി. നല്ല കാര്യം. ഓക്കെ, എന്തായാലും അത് പൊളിച്ച്. ഓക്കെ, നമുക്ക് ലെഫ്റ്റ്, അതായത് സ്ട്രെയിറ്റ് ലെഫ്റ്റ്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ്. സോ ആ ഒരു ഡയറക്ഷൻ, നിങ്ങൾ ആ ഒരു ആരോ മാർക്ക് കണ്ടോ? ആ ഒരു ആരോ മാർക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ പോയാൽ മതി. ഇവിടെ ശരിക്കും ഡയറാൻറ്റാറൈറ്റ് കിട്ടുന്നതാണ് ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഡയറാൻറ്റ പോക്കിമോണിൻ്റെ നല്ല പോക്കിമോണാണ് കേട്ടോ. സോ ഡയറാൻറ്റാറിൻ്റെ മെഗാ എവല്യൂഷൻ സ്റ്റോൺ ഈ ഗെയിമിൽ കിട്ടുമെന്ന് ഞാൻ വളരെ അധികം പ്രതീക്ഷിച്ച്, പക്ഷെ അവസാനം ഡിസപ്പോയിൻറ്റഡ് ആയി. അതായത് ഈ ഫസ്റ്റ് ട്രെയിനർ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇപ്പം ഞാൻ കയറിയ സ്ഥലത്ത് ആക്ച്വലി അവിടെ മെഗാ സ്റ്റോൺ, ഡയറാൻറ്റാറിൻ്റെ മെഗാ എവല്യൂഷൻ സ്റ്റോൺ കാണേണ്ടതായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇൻ്റർനെറ്റിലൊക്കെ വീഡിയോസിൽ അവർ ഇവിടെയാണ് മെഗാ സ്റ്റോൺ, മെഗാ എവല്യൂഷൻ സ്റ്റോൺ കിട്ടുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? സാരമില്ല, നമുക്ക് മെഗാ എവല്യൂഷൻ സ്റ്റോൺ ഇല്ലെങ്കിലും ഡയറാൻറ്റാർ നല്ലൊരു ബെസ്റ്റ് എന്താണ് ടീമാണ്. ഓക്കെ, ഈ ഗെയിമിൽ നമുക്ക് ഡയറാൻറ്റാർ കിട്ടും. പ്യൂപ്പിറ്ററായിട്ട് കിട്ടുമെന്നാണ് തോന്നുന്നത്. ലാവിറ്ററായിട്ട് കിട്ടുമെന്ന് അറിയില്ല. പ്യൂപ്പിറ്റർ നമുക്ക് പിടിക്കാൻ പറ്റും ഈ ഗെയിമിൽ. ഓക്കെ, സോ നല്ലൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ ടീമിന്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഗെയിം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ മെഗാ എവല്യൂഷൻ സ്റ്റോൺ എനിക്കത് ഒരു പ്രാവശ്യം എനിക്ക് യൂസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കൊതിപ്പിച്ച് കളഞ്ഞു. പക്ഷേ ഓക്കെ, അടുത്ത ട്രെയിനിന് ബാറ്റിൽ ആക്ച്വലി സ്കിപ്പ് ചെയ്യാമായിരുന്നു. പക്ഷെ എനിക്ക് എന്താണ് എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അത് നമ്മുടെ ലൂഷ്യസിനെ ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാറ്റിൽസ് സ്കിപ്പ് ചെയ്യാറില്ല. ഓക്കെ, സോ ഇങ്ങനെ ആ ട്രെയിനിനെ ഡിഫീറ്റ് ചെയ്തു. ഓക്കെ, അതുമാത്രമല്ല നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എക്സ്പീരിയൻസ് ഷെയർ എന്താണ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോക്കിമോണും ഈക്വലായിട്ട് എക്സ്പീരിയൻസ് ഷെയർ കിട്ടും. അത് ഈ ബാറ്റിൽ ചെയ്യാത്ത പോക്കിമോണും എക്സ്പീരിയൻസ് കിട്ടും എന്നാണ്. അതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത. ഓക്കെ, വേറെ പഴയ ഗെയിംസിലൊക്കെ എക്സ്പീരിയൻസ് ഷെയർ നമ്മൾ പോക്കിമോണിന് കൊടുക്കാൻ അതായത് എങ്ങനെ ഒരു ടൈമിൽ ഒരു പോക്കിമോൺ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതൊരു ഡിവൈസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? സോ അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ഗെയിമിൻ്റെ. സോ നെക്സ്റ്റ് ട്രെയിനർ എനിക്ക് ആക്ച്വലി അങ്ങനെ കയറി പോകാൻ വരുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എക്സ്പീരിയൻസ് പോയിന്റ് വേണം. ഓക്കെ, സോൾഡോ ഇതൊരു ഒക്ടേക്കാണോ? പിന്നെ ആക്ച്വലി ഇത് തേർഡ് ജനറേഷൻ ആണെന്നാണ് തോന്നുന്നത്. ഹോയൻ റീജിയനിൽ ഒരു പൊക്കമാണ് സൈവേ. ഓക്കെ, പക്ഷെ അത്രയും എഫക്റ്റീവ് അല്ല നമുക്ക്. യെസ്, സൂപ്പർ എഫക്റ്റീവ്. ഏതല്ലേ ലൂണാട്ടോൺ. ഓക്കെ,
ഇത് മറ്റേ ചന്ദ്രനെ പോലെ ഉണ്ട് കാണാനായിട്ട്. ഇത് അത് ചെയ്യുമോ? നമുക്ക് എഫക്റ്റീവ് അല്ല കാരണം, പക്ഷെ നല്ല രീതിക്ക് ഡാമേജും ഉണ്ട്. കൂടി ട്രൈ ചെയ്ത് നോക്കാം. യെസ്, ക്രിട്ടിക്കൽ ഹിറ്റ്. ഏതല്ലേ, കണ്ടില്ലേ നമ്മുടെ പോക്കുമൻ ലെവലപ്പ് ആവുന്നുണ്ട്. 27 ആയി, കണ്ടില്ലേ? കേലിസ് ലെവൽ 27. ലക്കി ചാൻസ് എന്താണ് സംഭവം? നമുക്ക് എന്തായാലും 5 സ്പിൻ വന്നിട്ട് ലക്കി ചാൻസ് പഠിപ്പിക്കാം. നല്ല മൂവാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടോന്ന് അറിയില്ല ട്രെയിനേഴ്സ്. ഓക്കെ, അവിടെ ഒരാളുണ്ട്. ബാറ്റിൽ ചെയ്യാം. ഇത് ചിലപ്പോ പ്രോബബ്ലി ലാസ്റ്റ് ട്രെയിനർ ബാറ്റിൽ ആയിരിക്കും. ഓക്കെ, 3 പോക്കിമോൺ ഉണ്ട് അവൻ്റെ. ഓക്കെ, റൈഹോൺ. ഇതിന് തോപ്പിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. നോസ്പാസ് ഭയങ്കര പാടാണ്. ലെവൽ 21, നമ്മള് ലെവൽ 27 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ജിംലിയുടെ പോക്കിമോൺ ഏത് ലെവൽ ആയിരിക്കും എന്നറിയില്ല. ഓ, സൂപ്പർ സ്ട്രാറ്റജി. പാരലൈസ്ഡ് ആക്കി കളഞ്ഞു. ഓക്കെ, ഓ നോ 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 നോ, എനിക്കിനി മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. റോക്ക് ത്രോ ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കുന്നുണ്ട്. യൂസ് ചെയ്യാം. യെസ്, ഏതല്ലേ? ഓക്കെ, ഓണിക്സ്. വെറും ഒരു വാട്ടർ യൂസ് ചെയ്യുന്നു. ഓണിക്സ് ആക്ച്വലി ഒരു വർത്തില്ല, അത്രയും വർത്തില്ല. ജസ്റ്റ് ചെറിയൊരു വാട്ടർ ടൈപ്പ് അറ്റാക്ക് കൊണ്ടാൽ കണ്ടില്ലേ, ഒറ്റയടിക്ക് സൂപ്പർ എഫക്റ്റ്. അത് മാത്രമല്ല നമ്മുടെ അത്രയും ലെവലുണ്ട്, അതിനൊരു കാരണമാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ജിം ലീഡറിനെ ചാലഞ്ച് ചെയ്യാം. ഓക്കെ, സോ എല്ലാ ട്രെയിനിൻ്റെ ബാറ്റിൽ കഴിഞ്ഞു കേട്ടോ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഇൻ ഈഗർ ആൻറ്റിസിപ്പേഷൻ വാട്ട് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ. ഓക്കെ, ഫോർ എ വർത്തി ചാലഞ്ചർ ടു അപ്പിയർ. ഓക്കെ ഓക്കെ, നമ്മൾ ഇത്രയും ഇത് കയറി വന്നത്, മതിലൊക്കെ കയറി വന്നത് നമ്മുടെ നമ്മുടെ എന്താണ് അച്ചീവ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അത് കണ്ടിട്ട് പുള്ളിക്ക് ഇമ്പ്രസ്സായി. ഓക്കെ, അത് മാത്രമല്ല ഇത്രയും ട്രെയിനേഴ്സിനെയും ഡിഫീറ്റ് ചെയ്തിട്ടല്ലേ വന്നത്, അപ്പം അതും കൂടിയാണ് ഓക്കെ മീൻ ചെയ്യുന്നത്. ഐ ഹാവ് ഫീലിംഗ് ദാറ്റ് അവർ ബാറ്റിൽ വിൽ ടേൺ ഔട്ട് ടു ബി വർത്ത് ദ വെയിറ്റ്. ഐ ഹോപ്പ് യു ഷോ മീ ദാറ്റ് സ്കിൽ ആസ് എ ട്രെയിനർ സർപാസസ് ഹിം. ഓക്കെ, പുള്ളിക്ക് എന്തായാലും നമ്മളോട് ഒരു ചെറിയൊരു ഇംപ്രഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ചാലഞ്ച് ദ ജിം ലീഡർ അമോറ.
ഇത് റോക്ക് ടൈപ്പ് തന്നെയാണോ? എനിക്ക് കണ്ടിട്ടൊരു വാട്ടർ ടൈപ്പ് പോലെ തോന്നുന്നു. ഞാൻ ചിലപ്പോൾ അത് അളവ് കണ്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് എന്തായാലും ബൈറ്റ് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, തണ്ടർവേ. ഓക്കെ, ഇത് മറ്റേ നോസ്പാസിൻ്റെ മറ്റേ സെയിം സ്ട്രാറ്റജി. നോസ്പാസ് നേരത്തെ യൂസ് ചെയ്തില്ലേ സ്ട്രാറ്റജി, സെയിം സ്ട്രാറ്റജിയാണ് ഈ ഒരു പോക്കിമോൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും വാട്ടർ ഗൺ യൂസ് ചെയ്ത് നോക്കാം. ഓ, ടേക്ക് ഡൗൺ. അതിന് പക്ഷേ എനിക്ക് റീകോയിൽ ഉണ്ടല്ലോ. യെസ്, സൂപ്പർ എഫക്റ്റീവ് ആണ്, പക്ഷെ അങ്ങോട്ട് കുറയുന്നില്ലല്ലോ. ഓ, ഡാമേജ് കൊടുക്കുന്നുണ്ട് നമുക്ക്. ലെവൽ 25 ആണ്, കണ്ടില്ലേ? ജിംലീഡറിൻ്റെ എന്താണ് പോക്കിമോണൊക്കെ നല്ല ലെവലുണ്ടാവും. അപ്പോൾ നമുക്ക് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രെയിനിങ് ബാറ്റിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓ മൈ ഗോഡ്, പാലിസ്റ്റൈൻ. ഓ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. ഓ, നമുക്ക് എഫക്റ്റീവ് അല്ല, പക്ഷെ ശരിക്കും ഡാമേജ് നല്ല രീതിക്ക് ഡാമേജ് തരുന്നുണ്ട്. ഓക്കെ, ഫൈനലി 1 ഡൗൺ. ഇല്ലായിരിക്കും, പക്ഷെ നമ്മുടെ ലൂഷ്യസ് പാലിസ്ഡ് ആയി. ഓക്കെ, ഓ ഇനി അടുത്തത് ആരാണോ? ടൈലൻഡ്. ഇത് മറ്റേ നമുക്ക് മറ്റേ ഫോസിലിൽ നിന്ന് കിട്ടിയ പോക്കിമോണല്ലേ ഇത്? ഓ നോ, ആ ബൈറ്റ് യൂസ് ചെയ്തു. ഞാൻ ഇവിടെ ഒരു മണ്ടത്തരം കാണിച്ചു. എനിക്ക് ഒന്നുകിൽ ഞാൻ ലൈഫ് ഹീൽ ചെയ്യണമായിരുന്നു. ഇല്ല, നമ്മൾ ആദ്യം അവനാണ് ആദ്യം അറ്റാക്ക് ചെയ്തത്. ഞാനത് ഓർത്തില്ല. നമുക്ക് നമ്മുടെ ടയറിൻ്റെ ആൾക്കാം. ലെറ്റ്സ് ഗോ ദോ അഗൈൻ. നമുക്കും ബൈറ്റ് യൂസ് ചെയ്ത് നോക്കാം. ജിംലീഡറിൻ്റെ ലെവൽ 25 ആണ്, എൻ്റെ ലെവൽ 24. ഒരു ലെവൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നോക്കാം, നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് നോക്കണം. രണ്ടുപേരും കട്ടിക്കാണ് നിൽക്കുന്നത്. ഓ, പറഞ്ഞു തീർന്നില്ല എൻ്റെ പൊന്നു. ഗൈസ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? എനിക്ക് സത്യമായി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. രണ്ടും സെയിം പോക്കിമോൺ ആണ്. നമ്മുടെ പോക്കിമോൺ എന്താണ് എനിക്കറിയില്ല, എന്താ കുഴപ്പം എനിക്കറിയില്ല. ഒരു ലെവലിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി മറ്റേ ലൂഷ്യസിനെ ട്രെയിൻ ചെയ്ത പോലെ കുറച്ചുകൂടി ട്രെയിൻ ചെയ്ത് വരേണ്ടതായിരുന്നു. പക്ഷെ സ്റ്റിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ബൈറ്റ് മൂവില്ലേ, അത് എങ്ങനെയാണ് അത്രയും നമുക്ക് തോന്നുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സംതിങ് മാജിക്കാണ്, മിറാക്കിളാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും മോൾട്ടേക്കിനെ ആക്കാം. കാരണം ലൂഷ്യസിന് ലെവല് HP കുറവാണ്. എനിക്ക് മനസ്സിലായിട്ട് വയ്യ എനിക്ക്. പക്ഷെ നമ്മൾ പകുതി ലൈഫ് കുറച്ചു. അവൻ്റെ അടി ജില്ലയുടെ പൊക്കൻ്റെ അടുത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ ദൈവമേ, എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അത് അത്രയും ഒരു ഇതുണ്ടാവുന്നു. ചിലപ്പോൾ ജിംലിയുടെ കുറച്ചുകൂടി സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും, ഫോർ ഷുവർ. ഓക്കെ, നമുക്ക് എന്തായാലും ലൂഷ്യസിനെ വെച്ച് തന്നെ ഇത് തീർത്ത് കളയാം, വേറെ വഴിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ പോക്കിമോൺ ജിം മൊത്തം നമ്മൾ യൂസ് ചെയ്തത് വാട്ടഗൺ എന്നൊരു ഒറ്റ മൂവ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ലൂഷ്യസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജിംലിയുടെ വരെ എത്തിയത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഹോപ്പുണ്ട്. ഓക്കെ, ജിംലിയുടെ പോർഷൻ യൂസ് ചെയ്ത് സാരമില്ല, നമുക്ക് ട്രൈ ചെയ്യാം. നമ്മൾ കഷ്ടപ്പെട്ട അത്രയും കുറച്ചതാണ് ലൈഫ്. സാരമില്ല, ജിംലിയുടെ നമ്മളിലേക്ക് ജിംലിയുടെ സ്ട്രാറ്റജി യൂസ് ചെയ്യും, സ്വാഭാവികം. ഓക്കെ, എഗെയിൻ ആൻഡ് എഗെയിൻ വാട്ടർ യൂസ് ചെയ്യും.
വേറെ എഫക്റ്റീവായിട്ടുള്ള അറ്റാക്കൊന്നും ഇല്ലല്ലോ. നമുക്ക് എന്തായാലും ഓക്കെ നമുക്ക് റാപ്പിഡ് സ്പിൻ യൂസ് ചെയ്യാം. ഓക്കെ, ഓ മൈ ഗോഡ്, ആ ബൈറ്റിന് എന്തൊരു പവർഫുൾ ആണ് കേട്ടോ. എന്തെങ്കിലും അറ്റാക്ക് ബൂസ്റ്റോ എന്തെങ്കിലും ഐറ്റം കൊടുത്തിട്ടുണ്ടോ? എൻ്റെ കുഞ്ഞ് സമ്മതിക്കുന്നു. എനിക്ക് എന്തായാലും അക്കലീസ് നോക്കി. ബൈറ്റ് സൂപ്പർ എഫക്റ്റീവ് മൂവ് അല്ല, പക്ഷെ എന്നിട്ട് പിന്നെ അത്രയും ലൈഫ് പറയുന്നുണ്ട്, അത്രയും ഡാമേജ് അത്രയും നമുക്ക് അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക്. ഓക്കെ യെസ്, പക്ഷെ അവൻ ജിമ്മിയുടെ വീണ്ടും പോർഷൻ യൂസ് ചെയ്യുമെന്ന് അറിയില്ല. അവിടെ നല്ല രീതിക്ക് ഓർച്ചിട്ടുണ്ട്. ഓ നമ്മുടെ അക്കീലീസ് ഫെയിൻ്റായി, സാരമില്ല. ഓക്കെ, ഇപ്പം ജിമ്മിയുടെ പോർഷൻ യൂസ് ചെയ്യുമെന്ന് അറിയില്ല. നമ്മൾ എന്തായാലും അത്രയും ലൈഫ് നമ്മൾ കുറച്ച് കഴിഞ്ഞു. ഇപ്പം നമുക്ക് ലൂഷ്യസിനെ വീണ്ടും അളക്കണം. ഓക്കെ, ലൈഫില്ല, ലൂഷ്യസിന് ലൈഫില്ല. നമുക്ക് എന്തായാലും ലൂഷ്യസിന് പോർഷൻ കൊടുക്കാം. ലെറ്റ്സ് ഗോ ലൂഷ്യസ്. യെസ്, നമുക്ക് ബൈറ്റ് യൂസ് ചെയ്യാം. യെസ്, അവൻ്റെ അടി അവനെ തന്നെ തിരിച്ചു കൊടുക്കാം. യെസ്, ഓ മൈ ഗോഡ്, ഫൈനലി ടൈറനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തു. ടൈറനെ അല്ലല്ലോ, നമ്മൾ ജിമ്മിയിൽ തന്നെയാണ് ഡിഫീറ്റ് ചെയ്തത്. യെസ്, യു ഹാവ് പ്രൂവൻ ടു ബി എ വാൾ ദാറ്റ് ഐ ആം അൺഎബിൾ ടു സമ്മൺ. ഓക്കെ, അതെന്തായാലും കൊള്ളാട്ടോ. ഫൈനലി നമ്മൾ ജിമ്മിയിൽ തന്നെ ഡിഫീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നെവർ ഗിവ് അപ്പ്. യെസ്, വിട്ടു കൊടുക്കാൻ പാടില്ല. ക്ലിഫ് ബാച്ച്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ സെക്കൻഡ് ജിം ലീഡറിനെ ഡിഫീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് 2 ബാഡ്ജ് കിട്ടിയിട്ടുണ്ട്, ക്ലിഫ് ബാച്ച്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു HM സ്ട്രെങ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലോക്ക്ഡൗൺ. ഓക്കെ, നല്ല മൂവാണ് കേട്ടോ. എന്തായാലും ജിം ലീഡറിന്റെ പോക്കിമോൺ സമ്മതിക്കണം. എന്താണ് ടൈലൻ്റെ അത്രയും ടഫായിട്ട് ജിം ലീഡറിൻ്റെ ടൈലൻ്റെ അത്രയും ടഫായിട്ട് നിൽക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം എസ്പെഷ്യലി ആ ഒരു ബൈറ്റ് ആ മൂന്നിന് അത്രയും ഡാമേജ് എങ്ങനെ അത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതുവരെ എനിക്ക് മനസ്സിലായില്ല ഗൈസ്. ചിലപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ സ്പെഷ്യൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഈ അറ്റാക്ക് കൂട്ടാനുള്ള എന്തെങ്കിലും ഐറ്റംസ് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ എന്തായാലും എൻ്റെ ടീം കാണിച്ചത്, എൻ്റെ ഫുൾ ടീം വൈപ്പൗട്ടായി. ഫുൾ ടീം ലൂഷ്യസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ബാക്കി വാർത്തോട്ടിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ബാക്കി എല്ലാ ഫുൾ ടീം വൈപ്പൗട്ടായി. ആ ഒരൊറ്റ ബൈറ്റ് മൂവ് കാണണം. ഈവൻ നമ്മുടെ ടയറിൻ്റെ യൂസ് ചെയ്തിട്ട് പോലും നമുക്ക് പകുതി ലൈഫ് നമുക്ക് കുറയ്ക്കാൻ പറ്റി. പക്ഷെ ജിം ലീഡറിൻ്റെ ടയറിൻ്റെ നമ്മുടെ ടയറിനെ ഡിഫീറ്റ് ചെയ്തു. സോ എനിവേ നമുക്ക് എന്തായാലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റി, നല്ല കാര്യം. ഓക്കെ, സോ ഈ ജിമ്മിൽ പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ ലൂഷ്യസ് മാത്രമാണ്. ഓക്കെ, സോ ലോട്ട് ടൈപ്പിന് എഫക്റ്റീവ് ആയിട്ടുള്ളത് വാട്ടർ ടൈപ്പ് ആണല്ലോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, നമുക്ക് എസ് ഡിഫൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ പോക്കിമോണിനൊക്കെ ഹീൽ ചെയ്യണം. ഓക്കെ, സോ ഗൈസ്, ഈ ഒരു എപ്പിസോഡിൽ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.